ഹായ്, നമ്മളിന്ന് പോകുന്ന യാത്ര തെങ്കാശിക്കാണ് കേട്ടോ. ഒട്ടും പ്ലാനിങ്ങും ധാരണയും ഒന്നുമില്ലാതെയും ചില യാത്രകൾ ചെയ്യാമെന്ന് പഠിപ്പിച്ച തെങ്കാശി. മറ്റൊരിടത്തേക്കുള്ള യാത്ര ക്യാൻസൽ ആയതിനെ തുടർന്ന് രാവിലെയാണ് കേട്ടോ തെങ്കാശിക്ക് പോയാലോ എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ 111 കിലോമീറ്ററാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള ഡിസ്റ്റൻസ് കണ്ടത്. എന്നത്തെയും പോലെ തന്നെ ഞാനും ഏട്ടനും മോനും പിന്നെ ഞങ്ങളുടെ ഡിയോയും ആയിട്ട് യാത്ര തുടങ്ങുകയാണ്. മുൻപ് തമിഴ്നാട് പോയത് പളനിക്കും കന്യാകുമാരിക്കുമാണ്. എന്നാൽ സിനിമയിലൊക്കെ കാണുന്ന പോലെ പക്ക തമിഴ് ഗ്രാമത്തിലൂടെയുള്ള യാത്ര അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ അമ്പോയ്ക്ക് വളരെ അത്ഭുതകരമായിട്ട് തോന്നിയ ഒന്നാണ് ഈ കാറ്റാടി. മുമ്പ് ടി വിയിലും പളനിയിൽ പോകുമ്പോൾ ട്രെയിനിലൊക്കെ ഇരുന്നിട്ടാണ് അയാളിത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയും അടുത്ത് കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഒത്തിരി സമയം അവിടെ വണ്ടി നിർത്തി അത് കണ്ടുകൊണ്ടേ നിൽക്കുമായിരുന്നു. നമ്മുടെ നാട്ടിൽ എന്തായാലും ഇല്ലാത്ത ഒന്നുകൂടിയാണല്ലോ ഈ കാറ്റാടികൾ. തമിഴ്നാട്ടിൽ തിരുനെൽവേലി ജില്ലയിൽ തെങ്കാശി താലൂക്കിലെ പൻമൊഴി എന്ന സ്ഥലത്താണ് തിരുമലൈ കോവിൽ സ്ഥിതി ചെയ്യുന്നത്. കേരളവുമായി അതിർത്തി പങ്കിടുന്ന പശ്ചിമഘട്ടത്തിൻ്റെ ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രധാന പ്രതിഷ്ഠ തിരുമലൈ മുരുകനാണ്. നമ്മുടെ പുഷ്പ സിനിമയിലെ ശ്രീവല്ലി സോങ്ങും തുടരും സിനിമയിലെ തിരുമലൈ മുരുകനക്ക് എന്ന സോങ്ങും ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ലൊക്കേഷൻ കൂടിയിട്ടാണ് ഈ ഒരു ഏരിയ വരുന്നത്. ഈ അമ്പലത്തിലേക്ക് 625 പടി കയറിയിട്ടാണ് എത്താൻ പറ്റുന്നത്. എന്നാലിപ്പോൾ ഈ മലയിൽ കൂടെ തന്നെ റോഡ് സർവീസും ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ താഴെ നിന്നും വെഹിക്കിളിനുള്ള ടിക്കറ്റ് എടുത്തിട്ടാണ് ഈ ഒരു പാതയിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. ഇരുവശത്തും വളരെ മനോഹരമായിട്ട് ഭാവങ്ങൾ മാറി മാറി വരുന്നൊരു വഴിയിലൂടെ ഈ കാണുന്ന പോലെ ചുറ്റിയാണ് നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ കുറച്ച് ക്ലിപ്പുകളും കൂടി കണ്ടിട്ട് നമ്മുടെ ഈ യാത്ര മനോഹരമായിട്ട് തന്നെ ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു.